ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മറ്റേ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് പറയാം കേട്ടോ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയിൽ നിധി എല്ലാവരെയും കൂട്ടിയിട്ട് ഇവളുടെ സുനന്ദയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചതും അവിടുന്ന് ബഹളമായിട്ട് ആകെ എല്ലാവർക്കും ഒരു മുഷിവ് പോലെ ആയിട്ടുണ്ട്. അതായത് സുഭാഷിന് ഭയങ്കര വിഷമമായിട്ട് തോന്നണത്. അപ്പോൾ സുഭാഷിനോടൊക്കെ പോയിട്ട് സോറി പറയുന്നുണ്ട്. ഞാൻ ഒന്നും ആലോചിച്ചില്ല, സുനന്ദയുടെയും സുഭാഷ് ഏട്ടൻ്റെയും കല്യാണം നടക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനൊന്നും വേറൊന്നും ചോദിച്ചില്ല. നമ്മളെ ഭാഗത്തുനിന്നൊരു നീക്കമുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും അത് നടന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ സുഭാഷ് ഏട്ടാ അത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ സുഭാഷ് പറയും, മോളെന്തിനാ എന്നോട് സോറി പറയുന്നത്? അതൊന്നും സാരമില്ല. എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഞാനറിയാതെ അവിടെ പോയി ചോദിച്ചതൊന്നും ശരിയല്ല. എൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും കൂടെ നാണം കെട്ടതിലാണ് എനിക്ക് വിഷമമായത് എന്നൊക്കെ പറയണം. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ പറയും, മോള് വിഷമിക്കേണ്ട, അത് സാരമില്ല, പോട്ടെ, അത് വിട്ടോളൂ. പിന്നെ ഞാൻ ഒരു കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുക. ഇതുവരെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചുകൊണ്ടിരുന്നില്ല, ജ്യോതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവളെന്നെ 2 ദിവസമായിട്ട് അവളെന്നെ വിളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ എന്നൊക്കെ പറയും. കാരണം അവൾക്ക് വേണ്ട പറഞ്ഞിട്ട് അവളത് നിധീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വേണ്ട എന്നുള്ളത്. അത് പക്ഷേ സുഭാഷിനോട് പറഞ്ഞിട്ടുമില്ല ആ കല്യാണം നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവർ സുനന്ദയുടെ വീട്ടിൽ പോയതും സംസാരിച്ചതും ഒക്കെ. അപ്പോൾ അങ്ങനെ മിണ്ടാണ്ടിരിക്കുക. ഇനി ആരായാലും ശരി, മോള് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഏത് പെണ്ണാണെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളാം. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് നാണം കെടരുത്. അത് മാത്രം എനിക്ക് സഹിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സുഭാഷ് അങ്ങോട്ട് പോകും. അപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു സുഭാഷിനെ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് നിധിക്ക്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നികേഷും സുധീഷും കുറേ വിഷമം. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അവരോട് പോയിട്ട് പറയും, സോറി പറയുകയാണ്. അവൾ പറയും, ഞാൻ കാരണം നിങ്ങളും കൂടെ നാണം കിട്ടുമല്ലേ എന്ന് പറഞ്ഞിട്ട് സോറി പറയുമ്പോൾ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സുധീഷ്, ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല, താനതിൽ ഒന്ന് പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള വിഷമമുള്ളൂ, ഞങ്ങളിത് കുറേ കേട്ടിട്ടുള്ളതല്ലേ, തനിക്കിതൊന്നും ശീലമില്ലാത്തതല്ല, അതാണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയണ്ട. അപ്പോൾ പിന്നെയും ഇവരിങ്ങനെ കൂടി ആലോചിക്കുകയാണ്, എന്താണ് ഇനി അടുത്ത നീക്കം എന്താണെന്നുള്ളത് ആലോചിക്കുകയാണ്. അപ്പോൾ പറയും, ഇനിയും ഞാനൊരു 3-4 പ്രൊഫൈൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൾ അതൊക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോസ്. അപ്പോൾ ഇവർക്ക് ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. നമുക്ക് നോക്കാം, ആലോചിക്കുക എന്നൊക്കെ പറയുകയാണ്, ഏതാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പക്ഷേ സുഭാഷിനോട് ഇത് പറയാനുള്ള ധൈര്യം ആർക്കുമില്ല. മറ്റേ പെൺകുട്ടി ഇപ്പോൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാനുള്ള ധൈര്യമില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് ഇവളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ സുധീഷ് പിന്നാലെ ചെന്നിട്ട് അറിയല്ല, ഞങ്ങളെ കുടുംബം നേരാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് വന്നത്, തനിക്ക് തൻ്റേതായിട്ടുള്ളൊരു ജീവിതമല്ലേ, താൻ എന്തുകൊണ്ടാണ് അത് ആലോചിക്കാത്തത്, താൻ അതിനു വേണ്ടി തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ലേ, ഈ വീടിൻ്റെ ഈ 4 ചുമരിനുള്ളിൽ ഒതുങ്ങാനുള്ളതല്ല തൻ്റെ ജീവിതം, താനത് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുധീഷ് കേട്ടോ. അപ്പോൾ അവളൊന്നും മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ താൻ തൻ്റെ കർത്തവ്യം മറന്നു പോകരുതെന്ന് പറയും. അപ്പോൾ പറയും, എനിക്കതറിയാം, ഞാനത് മറന്നിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, അതുകൊണ്ടാണ് ഞാൻ തൻ്റെ കൂടെ കൂടിയതും, തനിക്കൊരു ജീവിതം ഉണ്ടാക്കണം, അല്ലാണ്ട് ഞങ്ങളുടെ കാര്യം പോക്കാതെ ഇതാക്കണ്ട, കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളെങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ആ ഒരു വിഷയം വിടും, ഞങ്ങളാരും നേരാക്കാൻ താൻ നിൽക്കണ്ട, താൻ തൻ്റെ ഭാവി നോക്കണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ നിധിയോട്. അവിടുന്ന് അവൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോൾ, കാരണം അവൾക്ക് അപ്പോൾ അവനോടുള്ള ദേഷ്യമല്ല, അങ്ങനെ വളരെ ശാന്തമായിട്ടാണ് നിന്ന് അവൾ കേൾക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഫലിച്ചു എന്നുള്ള ഇതിലാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വീണ്ടും സുഭാഷിൻ്റെ കല്യാണ ചർച്ചയിലേക്കാണ് പിന്നീട് അവർ വരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സമയത്ത് നമ്മളുടെ നികേഷും സുഭാഷും കൂടെ കിച്ചണിൽ എന്തൊക്കെയോ വെണ്ടയ്ക്ക എന്തിനാണ് വാട്ടുന്നതെന്നോ വറക്കുന്നതെന്നോ എന്തൊക്കെ ചോദിച്ചാൽ അതിനുള്ള ആൻസറൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ഒരു ബക്കറ്റിൽ കുളിയൊക്കെ കഴിഞ്ഞ് തുണി വാഷ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അച്ഛൻ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അച്ഛൻ മിണ്ടുന്നില്ല. അച്ഛൻ്റെ ദേഷ്യം വന്നിട്ടുണ്ടോ, കാരണം ഇന്നലെ അവരോട് പോണ്ട എന്ന് പറഞ്ഞിട്ടും പോയില്ലേ, അപ്പോൾ ആ ഒരു ദേഷ്യം അച്ഛനുണ്ട്. അച്ഛൻ മിണ്ടുന്നില്ല. അപ്പോൾ നിധി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴും ആൾ മുഖം കൊടുക്കുന്നില്ല നിധിക്ക്.
എന്നാൽ തുണി കൊണ്ട് വിരിച്ചിട്ടിട്ട് തിരിച്ച് അടുക്കളയിൽ വരുമ്പോൾ മോളെ ചായ എടുത്ത് കുടിച്ചോളൂ എന്ന് പറയുകയാണ് സുഭാഷ്. അപ്പോൾ സുഭാഷിനോട് ചോദിക്കും, സുഭാഷ് ചേട്ടാ അച്ഛന് ചായ കൊടുത്തു വയ്ക്കുമ്പോൾ ഇല്ല കൊടുക്കത്തില്ല കൊടുക്കാമെന്ന് പറയാം. ആൾ പിന്നെ ഒരു റൗണ്ട് പുറത്തുനിന്ന് കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതൊന്നും സാരില്ല, ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് അറിയും. ഇപ്പോൾ മോള് കൊണ്ടു കൊടുക്കുക എന്നറിയും. ആൾക്ക് ഇന്നലെ മുതൽ എന്നോടൊരു നീരസമുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റവും ചെയ്യാം എന്നുള്ളതിലാണ് നിധി ഒരു ഗ്ലാസ് ചായയായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ തനിക്ക് വേറെ പണിയില്ലടോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പോൾ പറയും പിന്നെ ഒന്നും മിണ്ടാതിരിക്കുക എന്നറിയാം. എന്നിട്ട് അങ്ങനെ ചായയും കൊണ്ട് ചെല്ലുമ്പോൾ ഭാസ്കരൻ മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. പറഞ്ഞാൽ അച്ഛ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്, അപ്പോഴും മിണ്ടുന്നില്ല. ദേഷ്യം പിടിച്ച പോലെ ഇരിക്കുക. അപ്പോൾ അച്ഛ സോറി അച്ഛ, ഞാൻ ഇന്നലെ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ പോയി, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നി അച്ഛ, സോറി എന്നൊക്കെ പറഞ്ഞാൽ അവൾ പോയി ക്ഷമാപണം നടത്തുക. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഒരാളുടെ മക്കൾ ചെയ്യാത്ത കാര്യമാണ് ഈ മരുമകൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ പറയും അപ്പോൾ എനിക്ക് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. പക്ഷേ എന്നിട്ട് ഞാൻ ഇന്ന് ചായ കുടിക്കാൻ പോയ സമയത്ത് തനിക്ക് ഒരു വട വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, വട വാങ്ങിച്ച് കൊടുക്കുകയാണ്. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ആ വട കൊടുക്കുന്നുണ്ട് കയ്യിൽ കേട്ടോ. അപ്പോൾ ഇത് നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവനന്മാർക്കൊന്നും കൊടുക്കണ്ട എന്ന് പറയും. അപ്പോൾ ചായ വാങ്ങുന്നുണ്ട്, എന്നിട്ടാണ് ഈ വട കൊടുക്കുന്നത്. അപ്പോൾ ഈ നിധി പുള്ളിക്ക് ചായ കൊടുക്കാൻ പോകുമ്പോൾ പിന്നാലെ സുഭാഷ് പോകുന്നുണ്ട്. കാരണം അറിയില്ലല്ലോ എങ്ങനെയാണ് മൂപ്പരെങ്ങനെയാണ് തിരിച്ച് പെരുമാറുക എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ട് പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ആൾ സന്തോഷമാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വടയും കൊണ്ട് അകത്ത് കയറി വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാം. നികേഷിനോട് അറിയണടാ ഇതെടുത്ത് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് പറയും, മര്യാദയ്ക്ക് എടുക്കടാ എന്ന് അറിയണം. നിധി ചീത്ത അറിയാണ്, കാരണം നിധി എന്ത് പറഞ്ഞാലും ആ മൂന്നാളും അതനുസരിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് നിധീനെ. അപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ വട എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയണത് പിന്നെ സുഭാഷ് പോകാൻ നിൽക്കുന്ന സമയത്ത് എടുത്തി പറയണ്ടേ എന്ന് ചോദിക്കും. എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും അല്ല കല്യാണക്കാരും പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു മൂന്നാരും കൂടെ പരസ്പരം നാലാളും കൂടെ മുഖത്തോട് പോകുന്നു. അപ്പോൾ പറയും എടുത്ത് സംസാരിക്കുകയെന്ന് പറയും. അങ്ങനെ സുഭാഷ് വരുന്ന സമയത്ത് സുഭാഷിനോട് ഇങ്ങനെ പറയുകയാണ്, ഏട്ടാ ഞങ്ങൾ കല്യാണത്തിൻ്റെ കാര്യം അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഒരുത്തിപ്പോൾ വിളിച്ചിട്ട് എന്താ അവളെ വേണ്ട, അവൾക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർക്ക് പറയാനറിയില്ല, എന്താണ് പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ സുധീഷ് പറയും അവൾക്ക് എന്താണ് ജോലിയുടെ ഇതിലുണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്, വീട്ടിലും കുടുംബത്തും ഒക്കെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ 1-2 സ്ഥാപനത്തിൽ നിന്ന് അവളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണിൽ നിന്ന് സുഭാഷ് ഏട്ടന് വേണ്ട എന്നൊക്കെ പറയും. ശരി എന്ന് പറയും, കാരണം സുഭാഷിനെ അറിയാം അതൊന്നും അല്ല കാര്യം എന്ന് എനിക്കറിയാം, അവൾ എന്നെ വേണ്ട പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, സുഭാഷ് ഏട്ടനെ വേണ്ടാന്ന് ആരെങ്കിലും പറയും, സുഭാഷ് ഏട്ടൻ സുന്ദരനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുഖിപ്പിക്കുക. നിങ്ങൾ എന്താ വെച്ചാൽ എന്നും പറഞ്ഞിട്ട് അങ്ങനെ സുഭാഷ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിധി കാരണം ആ സ്പോട്ടിൽ നോണ പറയുന്നുണ്ടേ, നിധി പറയും ഇൻസ്റ്റൻറ്റ് കള്ളെന്നാണ് പറയുന്നത് മറ്റേ സുധീഷിനെ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കള്ളെന്നോ? അതെ, ആർക്കെങ്കിലും തോന്നിയോ ഇങ്ങനൊരു നുണ പറയാൻ, അമാതിരി നുണയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ മറ്റേ രണ്ടുപേരും നികേഷും മറ്റേ കുട്ടറ പേരെന്താ അവരും കൂടെ കളിയാക്കുന്നുണ്ട്. സുഭാഷല്ലോ. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇൻസ്റ്റൻറ്റ് കളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും പെണ്ണ് കാണാനും ഒക്കെ തീരുമാനിക്കുകയാണ്. ഇനി പോയി കാരണം കുറച്ച് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പോവുകയാണ്. സുഭാഷിനെ എന്ത് വന്നാലും വേണ്ടില്ല, സുഭാഷിനെ ഒരു പെണ്ണ് കട്ടിച്ചിട്ടേ അടങ്ങൂ എന്നുള്ളതിലാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് നിധി അമ്പലത്തിൽ പോയി നിന്ന് തൊഴുന്ന സമയത്ത് കാണാം അവിടെ നമ്മുടെ കുട്ടി സുനന്ദയെ കാണാണ്. അപ്പോൾ സുനന്ദ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. സുനന്ദ വന്നിട്ട് ചോദിക്കും നിങ്ങൾ ദിവസം അമ്പലത്തിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വരാനുണ്ടെന്ന് പറയും. അപ്പോൾ സുനന്ദയെ ചോദിക്കും. അപ്പോൾ പറയും ഞാനും അമ്മയും വരും, അമ്മയ്ക്കൊരു വഴിപാടുണ്ട്, എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടുണ്ട് അമ്മയ്ക്ക്, അമ്മ എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടും വഴിപാട് നടത്തും, ഞാനത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങളെന്തായാലും അങ്ങോട്ട് വന്നത് ശരിയായില്ല, കാരണം നിങ്ങൾ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നറിയാം, ഞാൻ കുറേ കരഞ്ഞു. അപ്പോൾ ഇവള് പറയും, നിധി പറയും കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയും അമ്മ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാരണം ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിധിയോട് സുനന്ദ പറയുന്നത്, അമ്മയും ഞാനും കൂടിയാണ് അമ്പലത്തിൽ വന്നതെന്നൊക്കെ പറയും. എനിക്ക് കാരണം അവൾക്ക് അതിൽ വളരെ സങ്കടമുണ്ട്. ഒരു ബോൾഡായ പെൺകുട്ടിയല്ല, കാരണം അവൾ അച്ഛനും അമ്മയും അമ്മാവനും കൂടെ അവളെ അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് സുനന്ദേനെ.
എന്തായാലും ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടും നല്ല രസമായിട്ട് തന്നെ പോവുകയാണ്. നല്ല കഥയാണ് കേട്ടോ, നല്ല ഒരു ഇതോ ഒന്നുമില്ലാത്ത നല്ലൊരു കഥ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു 2-3 സീരിയലിൽ ഒന്നാണത്. നല്ല ഇഷ്ടപ്പെട്ട കഥയാണ്. അപ്പോൾ ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് ആരും കാണാണ്ട് തന്നെ, ആരും കാണാതിരിക്കുന്ന എല്ലാവരും കാണണം. കാരണം നല്ല സ്റ്റോറിയാണ്. അതുപോലെ എൻ്റെ കഥ, ഞാൻ പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊരു കമൻറ്റും പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നിർത്തുന്നു. താങ്ക് യു.